മിത്രയെ നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞതാ. അവളുടെ അച്ഛനോടും അമ്മയോടും എല്ലാം ഞാൻ പറഞ്ഞതാ. പക്ഷേ എല്ലാവരും അവരുടെ അന്തസ്സിൽ വിശ്വസിച്ചു. അവിടെ ഞാൻ എടുത്ത തീരുമാനം എന്താണെന്ന് തനിക്കറിയോ? ഇത്രയും കാലത്തെ എന്റെ അമ്മയുടെ അഹങ്കാരത്തിന് ഒന്നിച്ച് പകരം വീട്ടണമെന്ന്. യെസ്, വിവാഹ മണ്ഡപത്തിൽ വെച്ച് മിത്രയെ താലി കെട്ടാൻ തീരുമാനിച്ചു ഞാൻ. എന്തിന്? അവളോടൊപ്പം ജീവിക്കാനാ? അതോ അവളുടെ അച്ഛൻ മുൻമന്ത്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടോ? അല്ല, ഞാനും മിത്രയുമായിട്ടുള്ള കല്യാണം നടന്നിരുന്നെങ്കിൽ പിറ്റേ ദിവസം തന്നെ അവളുടെ താലി ഞാൻ ഊരി വാങ്ങിക്കുമായിരുന്നു. എന്നിട്ട് ഡിവോഴ്സും ചെയ്യുമായിരുന്നു. അങ്ങനെ എന്റെ അമ്മയുടെ പകരം വീട്ടാനാ എനിക്ക് ആദ്യം തോന്നിയത്. പിന്നെ ഞാൻ തീരുമാനിച്ചു, അങ്ങനെ പകരം വീട്ടിയാലും ആ നാണക്കേടിൽ നിന്നും പത്മ മേഡം ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു കടക്കുമെന്ന്. ആയുഷ്കാലം വരെ വേട്ടയാടുന്ന ഒന്നായിരിക്കണം എന്റെ കല്യാണം എന്ന് തീരുമാനിച്ചപ്പോ എന്റെ കൺമുന്നിൽ കണ്ടത് തന്നെയാ. തന്റെ കഴുത്തിലാണ് എന്റെ താലി വീഴുന്നതെങ്കിൽ അവര് ഡേ ടു ഡേ എരിഞ്ഞ് തീരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് നന്ദിനി, അതുകൊണ്ട് മാത്രമാ തന്റെ കഴുത്തിൽ ഞാൻ ഈ താലി കെട്ടിയത്. വേറെ ഒന്നും നമുക്കിടയിലില്ല, ഈ നിമിഷം വരെയില്ല. ഞാൻ തന്നോട് പറഞ്ഞില്ലേ, ഈ മുറിക്ക് പുറത്ത് മാത്രമാ നമ്മൾ ഭാര്യയും ഭർത്താവും. ഈ മുറിയില് ജസ്റ്റ് ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള റിലേഷൻ. നന്ദിനി, തന്റെ വിലപ്പെട്ട ജീവിതത്തിൽ നിന്നും ഒരിത്തിരി സമയം ഞാൻ മോഷ്ടിച്ചെടുത്തു. തെറ്റാണ്. എന്റെ പകയ്ക്ക് വേണ്ടി തച്ച് തീർക്കാനുള്ളതല്ല തന്റെ ജീവിതം. തനിക്ക് ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. അച്ഛനും അനുജത്തിമാരുമായിട്ട് താൻ ജീവിക്കുന്നത് കാണുമ്പോ എനിക്ക് കൊതിയാ, കൊതി. എനിക്ക് കിട്ടാതെ പോയ വിലപ്പെട്ടൊരു കാര്യം, അതാ തനിക്ക് കിട്ടിയത്. താൻ ഇവിടുന്ന് പോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഞാൻ തടഞ്ഞു, എന്റെ അച്ഛനും തടഞ്ഞു. പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ല. തനിക്ക് പോവാം. തനിക്ക് തന്റെ വീട്ടിലേക്ക് പോവാം. തന്നെ ഇവിടെ ആരും തടയില്ല. ആരുമല്ലാത്ത നമ്മൾ തമ്മിൽ ഇനി ഒരു മുറിയിൽ കഴിയേണ്ട കാര്യമില്ല. ഒരാളെ ഒന്നും വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. താൻ പൊയ്ക്കോ നന്ദിനി, പൊയ്ക്കോ, പൊയ്ക്കോ. സർ കാര്യമായിട്ടാണോ പറയുന്നത്? യെസ്. ചെയ്തു പോയ തെറ്റിന് അഷ്ടപരിഹാരം എന്താണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നന്ദിനി, താൻ എവിടെയാണെങ്കിലും തനിക്കൊരു ആവശ്യം വന്നാൽ താൻ എന്റെ അടുത്തേക്ക് തന്നെ വരണം. ബിക്കോസ് താൻ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ്. തന്റെ അച്ഛനെ എനിക്ക് ഇഷ്ടമാണ്.
പ്രിയങ്കയും കാർത്തികയും അവരുടെ ഏട്ടാന്നുള്ള വിളിയുമൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. മുത്തശ്ശിയുടെ സ്നേഹവും അടുത്തിരിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസവും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തന്നിൽ എനിക്കൊരു അവകാശമില്ല. താൻ പോണം നന്ദിനി, പോണം. പോയി അവരുമൊത്ത് സുഖമായിട്ട് ജീവിക്കും. വേണ്ട വേണ്ട വേണ്ട. ഇനി വീണാലും വീണ് തകർന്നാലും ഒക്കെ തനിയെ നേരിട്ടങ്ങ് പഠിക്കും. നാളെ മുതൽ ഞാൻ തനിച്ചല്ലേ, ഇന്നേ ശീലിക്കാം. സാർ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞ ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ കേൾക്കുന്ന വാക്കായിരിക്കും അത്. എനിക്കിവിടെ നിൽക്കണ്ട സർ. എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത് പോണം, എന്റെ അനിയത്തിമാരുടെ അടുത്തേക്ക് പോണം. അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കണം. അതിനപ്പുറത്തുള്ള ഒരു സ്വപ്നവും എനിക്കില്ല. താൻ പോയിക്കോ നന്ദിനി. അപ്പൊ ഇപ്പൊ രാത്രി ഒരുപാടായില്ലേ, നാളെ രാവിലെ മതി. അതിരാവിലെ ഞാൻ ഉറക്കമാണെങ്കിലേ എന്നെ വിളിച്ചുണർത്താനൊന്നും നീക്കണ്ട, യാത്ര പറയാനും നീക്കണ്ട. എന്തിനാടോ കരഞ്ഞുകൊണ്ടൊരു യാത്ര പറിച്ചില്ലേ? ഗുഡ് നൈറ്റ് നന്ദിനി, ഗുഡ് നൈറ്റ്. നാളെ മുതൽ തനിക്ക് തൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി.